എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യയെ നന്ദുവും കനകയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കനക പറഞ്ഞു, കണ്ടില്ലേ എന്ത് ദേഷ്യമായിരുന്നു അമ്മായിമ്മയ്ക്ക് മരുമോളോട്. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് നയനെ പൊന്നുപോലെയല്ലേ ദേവേനെ നോക്കണേന്ന് പറയണം. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്റെ അമ്മായിമ്മ ആയിരിക്കണം. എന്റെ അമ്മായിമ്മ എന്നോടൊന്ന് ചിരിച്ച് സംസാരിക്കാറ് പോലും ഇല്ലെന്ന് പറയാം. നന്ദു പറഞ്ഞു, വിഷമിക്കേണ്ട നവ്യ ചേച്ചി, എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒരു സമയം വരും, ചേച്ചിയുടെ അമ്മായിമ്മ ചേച്ചിയെ സ്നേഹിക്കുമെന്ന് പറയാം. അത് ഈ ജന്മത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല എന്നൊക്കെ നവ്യ പറയുവാണ്. ആ സമയത്ത് നയനെ ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. പിന്നീട് പറഞ്ഞു, അതെ ഞാനിനി പോട്ടേന്ന് ചോദിക്കണം. കനക പറഞ്ഞു, ഒരു കാപ്പ് പോലും കുടിക്കാതെ. അതെ കാപ്പ് കുടിക്കാനുള്ള സമയമായിട്ടില്ലോ, കാപ്പ് കുടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ വീട്ടിലാകെപ്പാടെ പ്രശ്നമാവെന്ന് പറയണം. അതെന്താ? അല്ല ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങിയത്. ഇനിയിപ്പം ഞാൻ താമസിച്ച് എന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലേ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയേക്കാന്ന് വെച്ചാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നയന പറഞ്ഞു, അതെ അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയാലോ. അമ്മ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. അനാമികയ്ക്ക് കനത്തിൽ എന്തേലും കൊടുക്കണം, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടതും നബി പറഞ്ഞു, അല്ല അവളുടെ മനസ്സിനെ വേദനിപ്പിക്കില്ലെന്നോ? നല്ല കഥയായിപ്പോയി. അതെ, അനാമികയുടെ ആ സ്വഭാവത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല നയനെന്ന് പറയാം. എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അനിയും അനാമികയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷേങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ അനാമികയ്ക്കാ കൊടുക്കുന്നേ. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ അവരെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവർ തമ്മിൽ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിക്കുക. ഒരു കാരണവശാലും അവർ തമ്മിൽ പിരിയാൻ പാടില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും നായന പറഞ്ഞു, അത് ശരിയാ, ഈ നന്ദുവിനോട് ഞാൻ എപ്പോഴും പറയും അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലലെന്ന്. ഇന്നലെ തന്നെ കണ്ടില്ലേ, അവൻ വിളിച്ച ഉടനെ നന്ദു പോയിരിക്കുന്നു. നന്ദു പറഞ്ഞു, അതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലേ ചേച്ചിന്ന് ചോദിക്കാം. എന്തൊക്കെ കാരണമാണെങ്കിലും നീ പോകാൻ പാടില്ലെന്ന് പറയണം. നവ്യ പറഞ്ഞു, ഞാൻ നന്ദുവിനെ കുറ്റപ്പെടുത്താത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? അനാമിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ. അവൾ പെട്ടെന്നൊന്നും മാറാനായിട്ട് പോകുന്നില്ല. അവളുടെ അത്ര വെടിപ്പായിട്ടുള്ള സ്വഭാവമൊന്നും അല്ലെന്ന് പറയണം. ദേവേനെ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എന്നാലും അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അനിയൻ അനാമിയെ, അവരെ ഒന്നിപ്പിച്ചു കൊണ്ടാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, അത് ശരിയാമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് എന്നൊക്കെ പറയണം. എന്നാൽ ശരി, ഇനി ഞാൻ അതേ സമയം നിൽക്കുന്നില്ല, പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് നന്ദു ആകെപ്പാടെ വിഷമിച്ച് മുറി വന്നിരിക്കുകയാണ്. ആ സമയത്ത് അനിയുടെ മെസ്സേജ് വരുന്നേ. അനി മെസ്സേജ് അയച്ചു, അതെ ഇന്നലെ ഗുഡ് നൈറ്റ് അയച്ചിട്ട് എന്താ റിപ്ലൈ തരാത്തേന്ന്. ആ സമയം ആ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നയനെ അങ്ങോട്ട് വന്നു. നയനെ വന്നിട്ട് എന്താ നന്ദു നിനക്ക് ആരാ മെസ്സേജ് അയച്ചാ? അവൻ മെസ്സേജ് അയച്ചോന്നിരിക്കും. അല്ല അത് പിന്നെ ചേച്ചി ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയാണ്. ഫോൺ കൊടുത്തില്ല, ഇങ്ങ് തരാൻ പറഞ്ഞോണ്ട് ബലമായിട്ട് പിടിച്ചങ്ങോട്ട് വാങ്ങുവാണ്. ഓഹോ, അപ്പൊ ഇതാണല്ലേ. അല്ല ഇന്നലെ ഗുഡ് നൈറ്റ് അയച്ചിട്ട് നീ എന്താ റിപ്ലൈ അയക്കാത്ത? ഒരു 10 പ്രാവശ്യം അവൻ ചോദിച്ചിട്ടുണ്ടല്ലോ. അവനോ നാണമില്ല. അതേ നന്ദു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ ഇന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. അല്ല നയനിച്ച്, അത് പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാവോ? അനാമിയ അനിയും തമ്മിലൊരു ജീവിതമുണ്ട്, നീ ആയിട്ടത് വെറുതെ നശിപ്പിക്കില്ല. ഇന്ന് തന്നെ അമ്മ ഒന്നും പറഞ്ഞു കേട്ടല്ലോ. ഇപ്പൊ അമ്മയ്ക്ക് എന്നെ ജീവന് തല്ലി സ്നേഹമാ. അനന്തപുരി വീട്ടിൽ എനിക്കിപ്പോൾ ഒന്നിനും ഒരു കുറവില്ല. പോരാത്തന്നെ നിന്റെ നവ്യേച്ചിയുടെ കാര്യം അറിയാലോ, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ട്, രണ്ടുപേരുടെയും ജീവിതം തകരും നീ അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, അത് പിന്നെ ചേച്ചി ഞാൻ അത് മാത്രമല്ല അനാമയെ കുറിച്ചൊന്ന് ഓർത്തു വയ്ക്കേ, ഒന്നുമല്ലേലും അവളൊരു ഭാര്യയല്ലേ. ചേച്ചി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം ഇനിയിപ്പം അനിയിൽ നിന്നും അടർന്നു മാറിയാലും അനി എന്നെ ഉപേക്ഷിച്ചു പോകുന്നു എനിക്ക് തോന്നില്ലെന്ന് പറയണം. നയന അതെന്താ അങ്ങനെ പറഞ്ഞേ? അനിയുടെ സ്വഭാവം എനിക്കറിയാം, ഇന്നലെ തന്നെ കണ്ടില്ലേ ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയത്. നയന പറഞ്ഞു, അതൊക്കെ അവന്റെ വെറും ഭീഷണി മാത്രമാ, നീ അതിലൊന്നും വഴങ്ങേണ്ട കാര്യമില്ല, അതൊക്കെ അവൻ മാറ്റിക്കോളൂ എന്ന് പറയാം. അതൊക്കെ ചേച്ചിയുടെ തോന്നൽ മാത്രമാ. ചേച്ചിക്ക് അറിയാലോ അനിയുടെ സ്വഭാവം. അന്ന് കല്യാണത്തിന്റെ എല്ലാ ദിവസം മദ്യവെച്ച് ലക്കിട്ടൊന്നും ഓർമ്മയുണ്ടല്ലോ. എനിക്ക് അനിയ അങ്ങനെ കാണാൻ താല്പര്യമില്ല ചേച്ചി, ഞാൻ സ്നേഹിച്ച ആളല്ലേ. എനിക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നയന പറഞ്ഞു, അത് മോളെ അത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നന്ദു പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇനിയിപ്പോൾ അവനെ വേണ്ടെന്ന് വെച്ചാൽ പോലും അവൻ എന്നെ വേണ്ടെന്ന് വെക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം അനാമയനെ വേണ്ടെന്ന് വെച്ചാലും ഒരു കാരണവശാലും അവൻ എന്നെ വേണ്ടെന്ന് വെക്കത്തില്ല എന്ന് പറയണ. കാരണം എന്നോട് അവൻ അത്രയ്ക്ക് സ്നേഹമാണ്, ചേച്ചിക്ക് അറിയാലോ. ഇനിയിപ്പം ഞാൻ അവനെന്ന് ഒഴിഞ്ഞു മാറി നടന്നാലും ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ അനാമിയെ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം. നയന പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ചേച്ചിയോട് എനിക്ക് പറയാം, പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് പിന്നെ എന്ത് ചെയ്യാനും നിർത്തില്ല. നയന പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, തൽക്കാലത്തേക്ക് മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകണ്ടെന്ന് പറയാണ്.
ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദോടി ഇരിക്കുക. നന്ദുവിന് നല്ല വിഷമായി. പക്ഷെ നയനേച്ചി പറഞ്ഞ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയം മെസ്സേജിന് റിപ്ലൈ കിട്ടാഞ്ഞിട്ട് റിപ്ലൈ കിട്ടാഞ്ഞിട്ട് അനി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഫോണിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ട് കടന്നു വരുന്നേ. അനാമിക വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അനി പറഞ്ഞു, എന്താ നിന്നെ ബോധിപ്പിക്കണം ഞാൻ എന്താ ചിന്തിക്കണേന്ന്. ഓ, നീ ഇപ്പൊ അവളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവായിരിക്കും, നിന്റെ കാവ്യയെ കുറിച്ച്. അതേടി, അതെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കണം. നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലടാന്ന് പറഞ്ഞോണ്ട് ചവിട്ടി കുലുക്കി അനാമി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് താഴെ ഹാളിൽ ചെന്ന് ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്നിട്ട് ചെന്താ മോളെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണ. ദേ മോൾക്ക് ഈ വല്യമ്മ ഒരു സമ്മാനമായിട്ട് വന്നിരിക്കുന്നതാന്ന് പറയണ. സമ്മാനോ? അതെ, വിഷുവായിട്ട് മോൾക്ക് കാര്യമായിട്ടൊന്നും തന്നിട്ടില്ലോ. മോൾ ഇത് തുറന്നു വെക്കാൻ പറഞ്ഞ ജ്വല്ലറി ബോക്സ് അങ്ങോട്ട് കൊടുക്കുവാണ്. അങ്ങനെ അനാമിക തുറന്നു വെക്കി. ഒരു നല്ലൊരു മാല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളി നെക്ലേസ് പോലത്തെ മാലയാണ് കൊടുത്തത്. ആഹാ, ഇത് എനിക്കാണോ വല്യമ്മയെന്ന് ചോദിക്കണം. അതെ, അല്ല ഇത് റോൾഡ് ഗോൾഡ് ഒന്നും അല്ല, സ്വർണ്ണമാണല്ലോ അല്ലേന്ന് ചോദിക്കാം. ഞാൻ റോൾഡ് ഗോൾഡ് തരുമോ മോളെ മോൾക്ക്? സ്വർണം തന്നെയാന്ന് പറയണ. ഇത് കേട്ട് അനാമി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഭർത്താവുണ്ട്, 3-4 ജ്വല്ലറി നടത്തുന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിങ്ങനെ ഒരു സമ്മാനം പോലും തന്നിട്ടില്ല. വല്യമ്മയെങ്കിലും എനിക്ക് എങ്ങനെയൊക്കെ തരുന്നുണ്ടല്ലോ എന്ന് പറയണം. അതെ, വല്യമ്മ തന്നെ ഒരു കാര്യം ചെയ്യും, ഇതെന്നെ കഴുത്തിൽ അണിയിച്ചു തരാൻ പറയണം. അങ്ങനെ ദേവേനെ അത് കഴുത്തിൽ എണീച്ചു കൊടുത്തോണ്ട് പറഞ്ഞു, ഇതൊരു 5-6 പവനെങ്കിലും കാണുമല്ലേ വല്യമ്മേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേനെ ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് അനാമിക പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു ഭർത്താവുണ്ട്, അവൻ എൻ്റെ കാര്യത്തിൽ ഒരു നോട്ടമില്ല. ഇപ്പൊ തന്നെ അവൻ ഓരോന്നൊക്കെ ആലോചിച്ച് പെറുക്കി ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തിന്നാൻ വരും. ഞാനായിട്ട് അടുക്കത്തേ ഇല്ല. ഞാൻ അങ്ങോട്ട് അവനെ സ്നേഹിക്കാൻ ചെല്ലുന്നപ്പോഴത്തേനും അവൻ എന്നെ ഓടിക്കുവാന്ന് പറയണം. ദേവേന് പറഞ്ഞു, മോളെ അവിടെ നമ്മുടെ പെണ്ണുങ്ങളുടെ കഴിവ് തെളിയിക്കണ്ടേ, നീ അവനെ സ്നേഹിച്ചു നോക്ക്. സ്നേഹിച്ചിട്ടാണ് നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും. അത് സ്നേഹിക്കാതെ സ്നേഹം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനിയുടെ മനസ്സെനിക്കറിയാം. ഒരു കാരണവശാലും അവന് ചീത്തയായ വഴിക്ക് പോകത്തില്ല എന്നും എനിക്കറിയാം. പിന്നെ മോൾ അവനെ സ്നേഹിക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറയാം. വല്യമ്മ എന്താ പറയണേ? ഞാനാണോ കുറ്റക്കാരി നിൽക്കുക? അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞേ. നമ്മൾ നമ്മുടേതായ രീതിക്ക് നിൽക്കണം, അറിയാലോ. അനി പാവമാണ്, അവനെ സ്നേഹിച്ചാൽ മതി. അവൻ മോളെ പൊന്നുപോലെ നോക്കിക്കോളും എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പം അനാമ പറഞ്ഞു, അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല വല്യമ്മേ എന്നൊക്കെ പറയാണ്. പിന്നീട് ദേവേനയും കൂടെ പോയി കഴിഞ്ഞ ഉടനെ അനാമിക വീട്ടിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് രേവതിനെയും വേണുവിനെ മാലയെ കാണിച്ചു കൊടുക്കണം. നോക്കമ്മേന്നൊക്കെ പറഞ്ഞോണ്ട് രേവതി പറഞ്ഞു, കൊള്ളാലോ മോളെ, ഒരു 5-6 പവനുണ്ടല്ലേന്ന് ചോദിക്കാം. പിന്നെ ഇല്ലേന്നോ? ഇതേ എനിക്ക് സമ്മാനമായിട്ട് തന്ന, ഇനിയിപ്പം ബാക്കി ആരുടെങ്കിലും വക കിട്ടുമോന്നും അറിയത്തില്ലെന്ന് പറയണം. വേണു പറഞ്ഞു, ഉള്ളതൊക്കെ മേടിച്ചു കൊടുത്തോളാൻ പറയണം. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അനാമയെ കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയം വേണു രേവതിയോട് പറഞ്ഞു, ഒരു 3-3.5 ലക്ഷം രൂപയുടെ മുതലുണ്ടെന്ന് പറയണം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കടം വീട്ടാൻ പറ്റുമെന്ന് പറയാം. എൻ്റെ വേണുവേട്ടാ, അത് അവളുടെ കയ്യിൽ ഇരിക്കട്ടെ. പിന്നെ എന്തിന് അവളുടെ കയ്യിൽ എന്തിനാ അതിരിക്കണേ? അതിൻ്റെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവൾക്ക് കൊടുത്ത സ്വർണ്ണത്തിന് അവൾ കുറച്ച് മുക്കി വെച്ചേക്കോ, മുഴുവൻ തന്നിട്ടില്ല. നമ്മളാണ് ഇവിടെ കടക്കണി പെട്ടിരിക്കുമല്ലേന്ന് ചോദിക്കാം. പിന്നെ ഇടി, ഇനിയിപ്പം എന്താണെങ്കിലും അവൾക്ക് വേറെ ഉള്ളവരും സ്വർണം കൊടുക്കും. ഇനിയിപ്പം മൂർത്തി മുത്തച്ഛന്റെ വകയും പിന്നെ അവളുടെ അമ്മായിമ്മയുടെ വകയെ കൊടുക്കുന്നുണ്ടായിരിക്കും എന്ന് പറയണം. കൊടുത്താ തന്നെ. അങ്ങേര് രാവിലെ കൊടുത്ത ഒരു വെള്ളി നാണയമായെന്ന് പറയണം. വെള്ളി നാണയോ? അതെ. എടി, മൂർത്തി സാറിന്റെ ഒരു വെള്ളി നാണയം കിട്ടിയ ഐശ്വര്യാന്നാ പറയണം. എന്നാ ചിലപ്പോ അതായിരിക്കും അതിനുശേഷമുള്ള മാല കിട്ടിയിരിക്കുന്നതെന്ന് പറയണം. കുഴപ്പമില്ല, അവൾ അടിച്ചെടുക്കാവുള്ളല്ല, അവിടെ നിന്ന് അടിച്ചെടുക്കട്ടെ. എന്നിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതിനുശേഷം അവളോട് നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുത്തിട്ട് വേണം അവൾ വരാനെന്നൊക്കെ പറയാണ്. ആ സമയത്ത് നബിയെ കാണാനായിട്ട് അബി വരുവാണ്. പിന്നീട് അബിയെ കണ്ടത് നബി വെച്ചു, അല്ല നീ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞേ, നിനക്ക് അങ്ങനെ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, നിന്നെ ഞാനിപ്പോൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിനക്കൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതി അഴിച്ച് കാണിക്കുവാണ്. മുല്ലപ്പൂവാ? അതെ, 7-ാം മാസ ചടങ്ങിന് സമയത്ത് മുല്ലപ്പൂ വാങ്ങാൻ പോയതിൻ്റെ പേരിലാണല്ലോ പ്രശ്നങ്ങളുണ്ടായത്. ഇത് മുല്ലപ്പൂ അതുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറയാം. അതെ അബി, എനിക്കിത് വേണമെന്നില്ല, എൻ്റെ തല മുല്ലപ്പൂ ഉണ്ടെന്ന് പറയാം. അത് കുഴപ്പമില്ല, ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂവും കൂടെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. നവിക്ക് സന്തോഷമായി. പിന്നീട് പറഞ്ഞു, അത് മാത്രമല്ല ഒരു കൂട്ടം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടാൻ പറയാണ്. വിഷ് കൈ നീട്ടം കൊടുക്കുകയാണ്. അല്ല ഇത് കുറേ ഉണ്ടല്ലോ അബി, ഇതെന്തിനാ എത്ര രൂപയെന്ന് ചോദിക്കും. 10,000 രൂപയുണ്ട്. 10,000 രൂപയാന്ന് പറയും. ഇത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും വലിയ വിഷ കൈ നീട്ടം കിട്ടുന്നതെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എനിക്കറിയാം നിന്റെ വീട്ടുകാർക്ക് അതിനാണല്ലോ ഇതൊന്നും ഇല്ലെന്ന്. നിന്റെ അച്ഛനാണെങ്കിലും അതിൽ വലിയ ജോലിയും പണിയൊന്നും ഇല്ലോന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ല ബി, മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയാം. എന്നാലും സാരമില്ല മോളെ, നിനക്കിരിക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ, നിന്റെ
വയറ്റി വളരുന്ന എൻ്റെ കുഞ്ഞല്ലേ, അപ്പൊ പിന്നെ ഈ സമയത്ത് നിന്നോട് ഞാൻ സ്നേഹം കാണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും സ്നേഹം കാണിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി നവ്യേനെ അങ്ങ് സോപ്പിടുവാണ്. നവ്യ അതിനകത്ത് വീണു. പിന്നീട് നവ്യയോട് പറഞ്ഞു, അതെ എനിക്കുള്ള വിഷ്കൈന്നിട്ടം കിട്ടിയില്ലെന്ന് പറയാം. എന്ത് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുകയാണ്. നവ്യക്ക് ഭയങ്കര സന്തോഷമായി. നവ്യ അതിനകത്ത് ഇങ്ങനെ വീണ് നിൽക്കുകയാണ്. അങ്ങനെ നവ്യ സന്തോഷിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.